മറ്റുള്ളവരെ അനുഗ്രഹിക്കുന്നവരായിരിക്കുക. നമ്മളെക്കുറിച്ച് കുറ്റം പറഞ്ഞവരെയും നമുക്കെതിരെ ദോഷം ചെയ്തവരെയും നമ്മളെ ശത്രുവായിട്ട് കാണുന്നവരെയും ഒക്കെയും നമ്മളെ അനുഗ്രഹിക്കുന്നവരായിരിക്കുക. കാരണം അത് നമുക്ക് സ്വർഗത്തിൽ നിന്നുള്ള വലിയ അനുഗ്രഹങ്ങളുടെ വഴികൾ തുറന്നു തരും. നമ്മുടെ എല്ലാ മെസ്സേജിൻ്റെ അവസാനം ഞാനും ഗോഡ് ബ്ലെസ് യു പറയാറുണ്ട്, പലരും കമൻറ്റിലൂടെ ഗോഡ് ബ്ലെസ് യു പറയാറുണ്ട്. ദൈവം തന്നെ പറഞ്ഞിട്ടുണ്ട്, നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും. അപ്പോൾ എന്നെ ഒരാൾ ഗോഡ് ബ്ലെസ് യു എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ അനുഗ്രഹിക്കപ്പെടുന്നത് ആ പറയുന്ന ആളാണ് അനുഗ്രഹിക്കപ്പെടുന്നത്. തിരിച്ച് ഞാനും ഒരാളിനെ ഗോഡ് ബ്ലെസ് യു എന്ന് പറയുമ്പോൾ അനുഗ്രഹിക്കപ്പെടുന്നത് ഞാനാണ്. ഒരിക്കൽ കൂടെ ഞാൻ പറയാം, നമ്മൾ ആരെയാണോ അനുഗ്രഹിക്കുന്നത് ആ സമയത്ത് ദൈവം നമ്മളെ അനുഗ്രഹിക്കുന്നു. അതുപോലെ നമ്മളെ ആരാണോ അനുഗ്രഹിക്കുന്നത് അവരും ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടുന്നു. ഇത് ഒരു വാക്യം നമുക്ക് നോക്കാം. 1 പത്രോസ് 3:9 പറയുന്നു, ദോഷത്തിന് ദോഷവും ശകാരത്തിന് ശകാരവും പകരം ചെയ്യാതെ നിങ്ങൾ അനുഗ്രഹം അവകാശമാക്കുവാൻ വിളിക്കപ്പെട്ടതുകൊണ്ട് അനുഗ്രഹിക്കുന്നവരായിരിക്കുവിൻ. ഇപ്പം നമ്മൾ ഒരുപക്ഷെ നമ്മൾക്കെതിരെ ദോഷം ചെയ്തവർക്കെതിരെ അതേ നാണയത്തിൽ തന്നെ തിരിച്ചടി കൊടുക്കാം എന്ന് ചിന്തിക്കരുത്. നമ്മളെ വഴക്ക് പറഞ്ഞത് തിരിച്ചും അതുപോലെ വഴക്ക് പറയാം എന്ന് ചിന്തിക്കരുത്. പ്രതികാരം നമുക്കുള്ള വഴിയല്ല. ദൈവത്തിൻ്റെ മക്കൾ പ്രതികാരത്തിൻ്റെ വഴിയിൽ സഞ്ചരിക്കാൻ പാടില്ല. ദൈവം പറഞ്ഞിരിക്കുന്നു, നമ്മളെ അനുഗ്രഹിക്കുവാനാണ് ദൈവം വിളിച്ചിരിക്കുന്നത്. സ്വർഗത്തിൽ നിന്ന് ദൈവം നമ്മളെ അനുഗ്രഹിക്കണമെങ്കിൽ നമ്മൾ മറ്റുള്ളവരെ അനുഗ്രഹിക്കുന്നവരായിരിക്കണം. ആരെല്ലാം ദൈവമക്കളെ അനുഗ്രഹിച്ചിട്ടുണ്ടോ അവരെല്ലാം അനുഗ്രഹിക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് നമുക്കും ഇന്നു മുതൽ മറ്റുള്ളവരെ അനുഗ്രഹിക്കുന്നവരായിരിക്കാം. ഒരുപക്ഷെ നമുക്കെതിരെ പറഞ്ഞവരായിരിക്കാം, നമുക്കെതിരെ ദോഷം ചിന്തിക്കുന്നവരായിരിക്കാം, ആരോ ആയിക്കോട്ടെ, സ്നേഹിക്കുന്നവരോ ദുഷിക്കുന്നവരോ ആരായിരുന്നാലും അവരെ അനുഗ്രഹിക്കുന്നവരായിരിക്കാം. അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ സ്വർഗത്തിലെ ദൈവം സ്വർഗത്തിലിരുന്ന് നമ്മളെയും അനുഗ്രഹിക്കും. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.